രോഹിത് ശർമ്മയുടെ കരിയർ തീർക്കാനിറങ്ങി സ്വയം പണികിട്ടലിന്റെ വക്കിലാണ് അജിത് അഗാക്കർ ഇപ്പോൾ. മാത്രമല്ല VVS ലക്ഷ്മൺ ആ സ്ഥാനത്തേക്ക് എത്തിയാൽ സഞ്ജു സാംസണിനും പ്രതീക്ഷകൾ ഏറെയാണെന്നാണ് ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസം. BCCI സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് കാലാവധി തീരാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അജിത് അഗാക്കറുടെ കാലാവധി നീട്ടി നൽകിയേക്കില്ലെന്നാണ് റിപ്പോർട്ട്. അഗാക്കർക്ക് പകരം മുൻ ഇന്ത്യൻ ബാറ്ററും നിലവിലെ NCA മേധാവിയുമായ VVS ലക്ഷ്മണെ ഈ സ്ഥാനത്ത് BCCI നിയമിച്ചേക്കുമെന്നാണ് സൂചന. അഗാക്കറുടെ കരാർ 2026 ജൂണിൽ അവസാനിക്കേണ്ടതായിരുന്നുവെങ്കിലും BCCI 3 മാസം കൂടി കാലാവധി നീട്ടി നൽകി. 2027 ഏകദിന ലോകകപ്പ് പൂർത്തിയാകുന്നതുവരെ അഗാക്കർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് തുടരുമെന്നാണ് കരുതിയത്. എന്നാൽ ഇന്ത്യൻ ഏകദിന ടീമിൽ പരിചയസമ്പന്നനായ നായകൻ രോഹിത് ശർമ്മയുടെ ഭാവി സംബന്ധിച്ചുയർന്ന തർക്കങ്ങളാണ് കാര്യങ്ങൾ സങ്കീർണമാക്കിയത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയോടെ രോഹിത് വിരമിക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. തുടർന്ന് നടക്കുന്ന മത്സരങ്ങളിൽ നിന്ന് രോഹിത്തിനെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ നേതൃത്വത്തിലുള്ള ടീം മാനേജ്മെന്റുമായി അഗാക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ചർച്ച നടത്തിയതായാണ് വിവരം. എന്നാൽ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിനത്തിൽ രോഹിത് ഉജ്ജ്വല സെഞ്ചുറി നേടിയതോടെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. മത്സരത്തിൽ രോഹിത് സെഞ്ചുറി നേടിയതോടെ സെലക്ടർമാരും ടീം മാനേജ്മെന്റും ഒരുപോലെ പ്രതിരോധത്തിലായി. ഇതിനു പിന്നാലെ അഗാക്കറുമായി കൂടിയാലോചിക്കാതെ തന്നെ രോഹിത് ശർമ്മയെ പിന്തുണച്ച് BCCI സെക്രട്ടറി ദേവ്ജിത്ത് സയാക്കിയ പരസ്യമായി രംഗത്തെത്തി. ടീം പദ്ധതികളുടെ ഭാഗമായിരിക്കുന്നിടത്തോളം കാലം രോഹിത് കളിക്കുമെന്നും ലോർഡ്സിലേത് അദ്ദേഹത്തിന്റെ അവസാന മത്സരമായിരിക്കില്ലെന്നും സായ്കിയ വ്യക്തമാക്കി. 2027 ഏകദിന ലോകകപ്പിൽ രോഹിത് കളിക്കുന്നതിൽ ടീം മാനേജ്മെന്റിലെ ചിലർക്ക് താല്പര്യമില്ലെന്ന വാർത്തകൾക്കിടെയാണ് BCCIയും സെലക്ഷൻ കമ്മിറ്റിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. ഇന്ത്യൻ പേസ് പടയുടെ കുന്തമുനയായ ജസ്പ്രീത് ബുംറയുടെ നിരന്തരം പരിക്കുകൾ ടീം മാനേജ്മെന്റിന് വലിയ തലവേദനയാകുമ്പോഴും മറ്റൊരു പേസറായ മുഹമ്മദ് ഷമിയെ പൂർണ്ണമായും സെലക്ഷൻ കമ്മിറ്റി അവഗണിച്ചതും വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് ശേഷം ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ ഇടം നേടിയെങ്കിലും പരിക്ക് പൂർണ്ണമായി മാറാത്തതിനെ തുടർന്ന് ബുംറയെ അവസാന നിമിഷം ഒഴിവാക്കേണ്ടി വന്നു. തുടർന്നാണ് ജമ്മു കശ്മീർ പേസർ ആഖിബ് നബിയെ ബുംറയ്ക്ക് പകരക്കാരനായി BCCI ടീമിൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ രഞ്ജി സീസണിലെ വിക്കറ്റ് വേട്ടയിൽ ഒന്നാമനായ ആഖിബ് നബിയുടേത് അർഹിച്ച സെലക്ഷൻ ആണെങ്കിലും ഈ നീക്കം മുഹമ്മദ് ഷമിയുടെ ടെസ്റ്റ് കരിയറിനെ കുറിച്ച് തന്നെ വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. 2023 ശേഷം ഷമി ഇന്ത്യക്കായി ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ചിട്ടില്ല. പരിക്ക് മൂലമാണ് ടീമിന് പുറത്തായതെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും സീനിയർ ടീമിലേക്ക് ഷമിയെ അഗാക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി പരിഗണിച്ചിട്ടില്ല. നീണ്ട ഫോർമാറ്റുകൾ കളിക്കാനുള്ള ശാരീരിക ക്ഷമത ഷമിക്കില്ലെന്നാണ് ചീഫ് സെലക്ടർ അജിത് അഗാക്കർ പറയുന്നതെങ്കിലും അവസാനമായി കളിച്ച രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ ഷമി മികവ് കാട്ടി. എന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കാത്തതിന്റെ പേരിൽ അഗാക്കർക്കും സെലക്ഷൻ കമ്മിറ്റിക്കുമെതിരെ നടത്തിയ ചില വിവാദ പരാമർശങ്ങളാണ് ഷമിയെ പുറത്തു നിർത്താൻ കാരണമെന്നാണ് കരുതുന്നത്. ദുലീപ് ട്രോഫി അടക്കമുള്ള ആഭ്യന്തര ടൂർണമെന്റുകളിൽ യുവതാരങ്ങളെ മറികടക്കുന്ന മികച്ച പ്രകടനവും 100% ഫിറ്റ്നസും തെളിയിച്ചാൽ മാത്രമേ ഷമിയെ ഇനി ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കാനിടയുള്ളൂ. അടുത്ത വർഷം ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടുക എന്നതും ഷമിയെ സംബന്ധിച്ചിടത്തോളം വിദൂര സാധ്യത മാത്രമാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഗുർനൂർ ബ്രാറിനെയും പ്രിൻസ് യാദവിനെയും പോലെയുള്ള യുവതാരങ്ങൾക്കാണ് സെലക്ടർമാർ മുൻതൂക്കം നൽകിയത്. ഈ സാഹചര്യത്തിൽ അഗാക്കറുടെ കാലയളവിൽ 35-കാരനായ ഷമിക്ക് ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുക ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല സഞ്ജു സാംസണിനെ തഴയുന്നതിലും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളി കരുത്താണ് സഞ്ജു സാംസൺ. അവഗണനകളെയും പരിഹാസങ്ങളെയും നേരിട്ട് ഇപ്പോൾ ഇന്ത്യക്കൊപ്പം 2 T20 ലോകകപ്പ് കിരീടങ്ങൾ നേടിയെടുക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോ എന്ന വിശേഷണത്തിലേക്ക് എത്താൻ സഞ്ജുവിനായി. T20 ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഓപ്പണറും വിക്കറ്റ് കീപ്പറും നിലവിൽ സഞ്ജുവാണ്. പക്ഷേ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സെലക്ഷൻ കമ്മിറ്റിയിലെ മാറ്റം കൊണ്ട് സാധിക്കുമെന്നാണ് ആരാധകരിൽ ഭൂരിഭാഗം പേരും കരുതുന്നത്.